السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر لنا خطيئتنا وإسرافنا في أمرنا. اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وكل ذلك عندنا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا. أنت المقدم وأنت المؤخر وأنت إلهنا وأنت على كل شيء قدير. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم أصلح لنا النية وذرية والعمل. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 28 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. ഹുവല്ലദീ, അവനാണ് അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്, ഖലഖ സൃഷ്ടിച്ചത്, ലക്കും നിങ്ങൾക്കു വേണ്ടി, മാ ഫിൽ അർദി ഭൂമിയിലുള്ളതെന്തോ അതെല്ലാം, ജമീഅൻ അത് മുഴുവൻ, സുമ്മ അതിനുശേഷം, ഇസ്തവാ ഇലസ്സമാ അവൻ ആകാശത്തേക്ക് തിരിഞ്ഞു. ഇസ്തവാ ഇല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉദ്ദേശിച്ചു ചെന്നു എന്ന് അതിന് അർത്ഥമുണ്ട്. അതേസമയം ഇസ്തവ അല എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിൽ ആരോഹണം ചെയ്തു എന്നാണ് അർത്ഥം. ഇസ്തവ അലൽ അർഷ്, അള്ളാഹുവിൻ്റെ അർഷിന് മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു, അഥവാ അവൻ അതിനു മുകളിലായിരിക്കുന്നു എന്നതുപോലെ. അതേസമയം ഇവിടെ ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ അവൻ തിരിഞ്ഞു, അവൻ ഉദ്ദേശിച്ചു, അസ്സമ ആകാശം, ആകാശത്തെ, ഫസവ്വാഹുന്ന എന്നിട്ട് അവൻ അതിനെ ശരിപ്പെടുത്തി, 7 സമാവാത്ത് 7 ആകാശങ്ങളായി അള്ളാഹു അതിനെ ശരിപ്പെടുത്തി. വഹുവ അവൻ ബികുല്ലി ഷൈഇൻ അലീം ഏത് കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പുള്ള ആയത്തിൽ എങ്ങനെയാണ് റബ്ബിനെ നിങ്ങൾ നിഷേധിക്കുക, നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു, അതിനുശേഷം അള്ളാഹു നിങ്ങളെ ജീവിപ്പിച്ചു, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കും, പിന്നെയും അവൻ നിങ്ങളെ ജീവിപ്പിക്കും, തുമ്മ ഇലൈഹി തുർജഊൻ അവനിലേക്ക് മാത്രമാണ്, അവനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. അതിനുശേഷം അള്ളാഹു റബ്ബുൽ ആലമീൻ മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിലുള്ളത് മുഴുവൻ അവൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹുവല്ലദീ ഖലഖ ലക്കും അവനാണ് നിങ്ങൾക്ക് വേണ്ടി പടച്ചത്, മാഫിൽ അർദി ഭൂമിയിലുള്ളതെല്ലാം, ജമീഅൻ അത് മുഴുവനായി. ഈ ആയത്ത് തെളിവാണ്, വളരെ മഹത്തരമായ ഏറെ ഉപകാരപ്രദമായ ഒരു മസ്അലക്കുള്ള തെളിവാണ് ഈ ആയത്ത്. എന്താണത്? ഭൂമിയിലുള്ള ഏതേത് വസ്തുക്കളാകട്ടെ, ഏതേത് കാര്യങ്ങളാകട്ടെ, ഇവിടെയുള്ള കല്ലുകൾ, മരങ്ങൾ, പഴങ്ങൾ, അതുപോലെ തുണികൾ, എന്തെല്ലാം കാര്യങ്ങളാകട്ടെ, അതിൻ്റെ എല്ലാം അടിസ്ഥാന നിയമം ഹലാലാണ്, അതുപോലെ അത് താഹിറാണ് എന്നതാണ്. അതെല്ലാം അതിൻ്റെ എല്ലാം അസൽ അടിസ്ഥാന നിയമം അതൊക്കെ അനുവദനീയമാണ്, അതെല്ലാം ശുദ്ധമാണ് എന്നാണ്. ഹറാമാണ് എന്ന് പ്രത്യേകം തെളിവ് വന്നത് ഒഴികെ, ഹറാമാണെന്ന് പ്രത്യേകം തെളിവ് വന്നാൽ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും അടിസ്ഥാന നിയമം എന്താണ്? ഹലാലാണ് എന്നതാണ്. അതിനുള്ള തെളിവാണ് ഈ ആയത്ത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ അവനാണ് ഭൂമിയിലുള്ളത് എല്ലാം മുഴുവനായി നിങ്ങൾക്ക് വേണ്ടി പടച്ചത്. ഇത് ഇംതിനാൻ എന്ന് പറയും, അഥവാ അള്ളാഹു മിന്നത്ത് എടുത്തു പറയുകയാണ്.
അനുഗ്രഹം എടുത്തു പറയുകയാണ്. അനുഗ്രഹമായി എടുത്തു പറഞ്ഞ കാര്യമേതോ അത് ഹലാലാണ് എന്നതാണ് നിയമം. അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറഞ്ഞു തഫ്സീറിൽ, എങ്കിൽ അതിൻ്റെ തഫ്സീർ എന്താണ്? അത് അനുവദനീയമാണ് എന്നതാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ ഹലാലുകൾക്ക് എണ്ണം നിശ്ചയിച്ചിട്ടില്ല. ഹലാൽ ഗൈറു മഹ്സൂർ, അത് എണ്ണമില്ലാത്തതാണ്. അതേസമയം ഹറാം മഹ്സൂറാണ്, അത് എണ്ണം പറഞ്ഞതാണ്. ഹറാമാണെന്ന് വന്നതേതോ അതാണ് ഹറാം, അല്ലാത്തതിൻ്റെ ഒക്കെ വിധി എന്താണ്? ഹലാലാണ്. ഇതാണ് ദുനിയവിയായ കാര്യങ്ങളിലെ മുഴുവൻ നിയമം. നേരെ മറിച്ച് ദീനിയായ കാര്യങ്ങളെടുത്താൽ, ഇബാദത്തുകളെടുത്താൽ അതിൽ അസുൽ അടിസ്ഥാന നിയമം എന്താണ്? ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്നതാണ്. തെളിവ് വന്നതേ ചെയ്യാൻ പാടുള്ളൂ, തെളിവ് വരാത്തത് ചെയ്യാൻ. ദുനിയാവിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. ദുനിയാവിൻ്റെ കാര്യം എല്ലാം ഹലാലാണെന്നതാണ് അടിസ്ഥാന നിയമം. ഹറാമാണെന്ന് തെളിവ് വന്നത് ഒഴികെ. ഉദാഹരണത്തിന്, ഒരാൾ ഒരു പഴം ഭക്ഷിക്കുകയാണ്, ഒരു പഴം തിന്നുന്നു. മറ്റൊരാൾ വന്ന് പറയുകയാണ് ഈ പഴം ഇത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ, ഹറാമാണെന്ന് പറഞ്ഞവനാണ് ഹറാമാണ് എന്നതിന് തെളിവ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ തിന്നുന്നയാൾ ഇത് ഹലാലാണ് എന്നതിന് ഖുറാനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ തെളിവ് കൊണ്ടുവരേണ്ടതില്ല. അയാൾക്കത് കഴിക്കാം. ഹറാമാണെന്ന് തെളിവ് വരാത്തിടത്തോളം അയാൾക്കത് കഴിക്കാം. ഹറാമാണെന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ അയാളോട് ചോദിക്കണം, എന്താണ് തെളിവ്, എവിടെയാണ് ദലീൽ? അയാളാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പുറത്ത് ദീനിയായ ഒരു മസ്അല എടുക്കും നിങ്ങൾ. ദീനിൽ ഒരാൾ ഒരു കാര്യം കൊണ്ടുവരികയാണ്. ഒരാൾ പറയുകയാണ് എല്ലാ ദിവസവും ദുഹർ നിസ്കാരത്തിന് മുൻപ് 150 സലാത്ത് ചൊല്ലുക സുന്നത്താണ്, ഒരു ഉദാഹരണത്തിന്. അല്ലെങ്കിൽ ഒരു 15 സലാത്ത് ചൊല്ലുക സുന്നത്താണ് ദുഹർ നിസ്കാരത്തിന് മുൻപ്, പുണ്യകരമാണ് എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ പറയേണ്ട ഒരു വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് 10 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ സുന്നത്താണ്, പുണ്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ചെയ്യരുത്, ഹറാമാണ്, ബിദ്അത്താണ്. അപ്പോൾ അയാൾ ചോദിക്കാൻ നമ്മളോട്, വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് 15 തവണ അല്ലെങ്കിൽ 10 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പാടില്ല എന്ന് ഖുർആൻ സുന്നത്തിലുണ്ടോ? ളുഹർ നിസ്കാരത്തിന് മുൻപ് 150 സലാത്തെല്ലാം പാടില്ല എന്ന് ഖുർആനും സുന്നത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളല്ല അതിന് തെളിവ് കൊണ്ടുവരേണ്ടത്. മറിച്ച് അത് ചെയ്യാമെന്ന് പറയുന്ന ആളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദീനിൻ്റെ അടിസ്ഥാന നിയമമാണ്. ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ അസുൽ എല്ലാം ഹലാലാണ് എന്നതാണ്. ഹറാമാണെന്ന് തെളിവ് വന്നതൊഴികെ ബാക്കിയൊക്കെ ഹലാൽ. ഇബാദത്തുകളുടെ കാര്യത്തിൽ എല്ലാം ഹറാം, മുഴുവൻ ഹറാമാണ്. ഹലാലാണ് എന്ന് തെളിവ് വന്നത്, ചെയ്യാം, ഇബാദത്താണ്, പുണ്യമാണ് എന്ന് തെളിവ് വന്നത് ഒഴികെ. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ചില മുസ്ലിയാക്കന്മാർ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അവരെ വിഡ്ഢികളാക്കാൻ വേണ്ടി പറയാറുണ്ട്. നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൊണ്ടുവന്നാൽ 1 കോടി ഇനാം. സാധാരണ എല്ലാ കൊല്ലവും മുസ്ലിയാക്കന്മാർ ഇത് പറയുന്നത് കാണാറുണ്ട്, എഴുതുന്നത് കാണാറുണ്ട്. എല്ലാ കൊല്ലവും ഓരോ കോടി എടുത്തു വെച്ചിട്ട് എല്ലാവരും ചോദിക്കുകയാണെന്ന് തോന്നും. എത്ര കോടി വേണമെങ്കിലും പ്രഖ്യാപിക്കാം. കാരണം ജനങ്ങളുടെ ജഹലിനെ, അവരുടെ വിവരക്കേടിനെ മുതലെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ജന്മദിന പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പരിചയമില്ല. താബിഈങ്ങൾക്കോ താബിഈങ്ങൾക്കോ 4 ഇമാമിങ്ങൾക്കൊന്നും പരിചയമില്ല. ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്നൊരു ബിദ്അത്ത് പ്രത്യേകം പറഞ്ഞ് എൻ്റെ ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് മതി എല്ലാ ബിദ്അത്തിനും എതിരായിക്കൊണ്ട്. മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ഈ ദീനിലില്ലാത്തത് പുതുതായി ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അത് അസ്ലാണ്, അടിസ്ഥാന നിയമമാണ്. അഥവാ ദീനിലില്ലാത്തത് മുഴുവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്തത് മുഴുവൻ ബിദ്അത്താണ്. ഇനി ഖിയാമത്ത് നാൾ വരെ ഏത് ബിദ്അത്ത് ആര് കൊണ്ടുവന്നാലും അതിനൊക്കെ അത് ബാധകമാണ്. അല്ലായെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോരുത്തരും പുതിയ ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട് അവനൊക്കെ ചോദിക്കാൻ, ഇത് പാടില്ല എന്ന് ഖുർആൻ ഹദീസിലുണ്ടോ, ഇങ്ങനെ പാടില്ല എന്ന് ഖുർആൻ ഹദീസിലുണ്ടോ? ഓരോന്ന് പുതിയതുണ്ടാക്കി എന്നിട്ട് അത് പാടില്ല എന്ന്
ദീനിലുണ്ടോ, തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പാടില്ല എന്നതാണ് ഇസ്ലാമിലെ നിയമം. അതിന് തെളിവാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മുഴുവൻ ദീനിലെ പുതുതായി ഉണ്ടായ കാര്യങ്ങളും ബിദ്അത്തുകളും ഉൾപ്പെട്ടു. ഇനി ഓരോ ബിദ്അത്തിന് പുതിയ പുതിയ ഹദീസ് വേണ്ടതില്ല, ഖുർആനിൽ ആയത്ത് വേണ്ടതില്ല. ഇതാണ് ദീനിൽ ഇബാദത്തുകളുടെ കാര്യത്തിലെ നിയമം. ഇത് പഠിച്ചു വെക്കുക, ഓരോ മുസ്ലിമും പഠിച്ചു വെക്കേണ്ടതാണ്. എന്നാൽ ഇത് അറിയാത്ത സാധുക്കളായ ആളുകളുടെ വിവരക്കേടിന് മുതലെടുക്കുകയാണ് വിവരമുണ്ടെന്ന് ധരിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഭയക്കുന്നവർ എന്ന് പറഞ്ഞ് എണ്ണിയിട്ടുള്ള വിഭാഗമാണ് അഇമ്മത്തു ദലാൽ. ഇമാമു ദലാല, വഴികേടിലേക്ക് നയിക്കുന്ന നേതാക്കന്മാർ. കാരണം അവരുണ്ടാക്കുന്ന ഷർറ് ചെറുതല്ല. പണ്ഡിത വേഷധാരികളായിരിക്കും അവർ. എന്നിട്ട് സാധു ജനങ്ങളെ വഴികേടിലേക്ക്, ബിദ്അത്തിലേക്ക്, ഇതുപോലുള്ള ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ് നയിക്കും. നിങ്ങൾ കേൾക്കാറില്ല എല്ലാ കൊല്ലവും നമ്മൾ ബസ്സിൽ കയറാറില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ബസ്സിൽ കയറിയിട്ടുണ്ടോ? നമ്മൾ കാറ് സഞ്ചരിക്കാറില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറിൽ കയറിയിട്ടുണ്ടോ? എന്താ ബസ്സിലും കാറിലും ഒക്കെ സഞ്ചരിക്കുന്നതിൻ്റെ വിധി? അതിൻ്റെ എല്ലാം വിധി ഹലാലാണ്. എന്തുകൊണ്ട്? ഹുവല്ലദി ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. അള്ളാഹു പറഞ്ഞിരിക്കും, അവനാണ് ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചത്. അതൊക്കെ ഹലാലാണ്. ഹറാമാണെന്ന് വന്നാൽ ഒഴികെ, ഹറാമാണെന്ന് വന്നാൽ ഒഴികെ. ഇത് നോക്കൂ, അതുപോലെ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്, നിങ്ങൾ മൈക്ക് ഉപയോഗിക്കാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? മസ്ജിദുകൾ കോൺക്രീറ്റ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മസ്ജിദുകൾ കോൺക്രീറ്റ് ആണോ? അല്ല, യാതൊരു സംശയവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണത്? ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുണ്ടായിരുന്നോ? ശബ്ദം ഉച്ചത്തിലെത്തിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംവിധാനം അന്ന് ഉണ്ടായിരുന്നില്ല എന്ന തടസ്സം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉപയോഗിക്കുന്നതിനുണ്ടായിരുന്നു. ഒരു മാന്യം ഉണ്ടായിരുന്നു. ആവശ്യമുണ്ട്, പക്ഷെ ഒരു മാന്യമുണ്ട്, അവിടെ തടസ്സമുണ്ട്. ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തടസ്സം ഇല്ലാതെ അത് സൗകര്യപ്പെട്ടാൽ ആ സൗകര്യം നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആവശ്യമുണ്ട്, റസൂലുള്ളാഹിക്ക് ചെയ്യാനൊട്ടും തടസ്സമില്ല, എന്നിട്ടും നബി ചെയ്തിട്ടില്ലേ? അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് പുണ്യകരമായിരുന്നുവെങ്കിൽ ആ കൂലി കിട്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്ത് തടസ്സമാണ് അന്ന് അത് ചെയ്യാനുണ്ടായിരുന്നത്? ഒരു തടസ്സം ഉണ്ടായിരുന്നില്ലല്ലോ. റബീഉൽ അവ്വൽ 12 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, എന്ത് തടസ്സമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനുള്ളത്? ഒരു റാലി നടത്തുക, എന്താ തടസ്സം? തടസ്സമില്ല. പക്ഷെ തടസ്സമില്ലായിരുന്നു. പുണ്യം ലഭിക്കുക എന്ന ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനുണ്ട്. എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ലേ? അത് ബിദ്അത്താണ്. അതുപോലെ നോക്കൂ, ചില കാര്യങ്ങൾ അന്ന് സാധിക്കുമായിരിക്കും, പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ആവശ്യം വന്നു, അപ്പോൾ അത് ചെയ്താലും അത് ബിദ്അത്താവുകയില്ല. ശ്രദ്ധിക്കുക, തടസ്സമില്ല, പക്ഷെ നബിയുടെ കാലത്ത് ആവശ്യമില്ലായിരുന്നു. അത് പിൽക്കാലത്ത് നടപ്പിലാക്കിയാൽ അതിനും എന്തു പറയുകയില്ല? ബിദ്അത്ത് എന്ന് പറയുകയില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ ഒരൊറ്റ മുസ്ഹഫിൽ 2 ചട്ടക്കുള്ളിൽ ക്രോഡീകരിക്കുക എന്ന ആവശ്യമില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജീവിച്ചിരിപ്പുണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹും ഹാഫിളുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഖുർആൻ മാത്രമല്ല, ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിട്ടില്ല? പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഖുർആൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, മുഴുവൻ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അവരാകട്ടെ അത് പല കല്ലുകളിൽ കൊത്തിവെച്ചിരുന്നു, ഈത്തപ്പന മടലുകളിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നു. യമാമ യുദ്ധം വന്നു. മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള യുദ്ധത്തിൽ ധാരാളക്കണക്കിന് ഹാഫിളുകളായ സഹാബത്ത് ഖുറാഉ സഹാബ കൊല്ലപ്പെട്ടു, ഷഹീദുകളായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് ഖുർആൻ ക്രോഡീകരിക്കാൻ പറയുകയാണ്. അവരത് ചെയ്തു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. നബിക്കത് ചെയ്യാൻ തടസ്സം ഉണ്ടായിരുന്നോ? ഈ അർത്ഥത്തിൽ തടസ്സമില്ലായിരുന്നു. മാത്രമല്ല, എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, ആ പ്രവർത്തനത്തിന് ഒരു അടിത്തറ ദീനിലുണ്ട് താനും. എന്താണ്? രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുർആൻ, പലയിടങ്ങളിലായി അതിനൊരു അടിത്തറ ദീനിലുണ്ട് താനും. എന്നിരിക്കെ ആണ് സഹാബത്ത് അത് ചെയ്തത്. സുബ്ഹാനല്ലാഹ്,
നിങ്ങൾ ഓർക്കണം, മനസ്സിലാക്കണം. എന്നിട്ടുപോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇക്കാര്യം ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം ഞാൻ അങ്ങനെ ചെയ്യുമെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം ഞാൻ അങ്ങനെ ചെയ്യുമെന്നാണ്. എന്നാൽ ഈ ആവശ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, എൻ്റെ മനസ്സ് അപ്പോൾ അത് ചെയ്യാൻ വിശാലമായി. എന്നിട്ട് അവർ രണ്ടുപേരും സുബ്ഹാനല്ലാഹ് അവർ രണ്ടുപേരും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. സെയ്ദ് ഇബ്നു സാബിത്തിൻ്റെ അരികിൽ. സെയ്ദ് ഇബ്നു സാബിത്ത് ചെറുപ്പക്കാരനായ മദീനക്കാരനായ അൻസാരിയായ ഖുർആനിൽ അപാരമായ വിജ്ഞാനമുണ്ടായിരുന്ന സഹാബിയാണ്. സെയ്ദ് ബിൻ ഹാരിസിനോട് പറഞ്ഞു, നിങ്ങളെ ഈ ജോലി ഏൽപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കാം. ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ലാത്ത, ഞങ്ങൾക്ക് തൃപ്തിയുള്ളൊരു ചെറുപ്പക്കാരനാണ്, നിങ്ങൾ ജോലി ഏറ്റെടുക്കണം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അബൂബക്കറിനോട് ഉമറിനോട് ചോദിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ചെയ്യും? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം. അവർ രണ്ടുപേരും സെയ്ദ് ഇബ്നു സാബിത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ മനസ്സ് വിശാലമായി. ഒരു പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് നീക്കാൻ എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതുപോലും എനിക്ക് ഇത്ര ഭാരമായി തോന്നുമായിരുന്നു. കാരണം ഖുർആൻ ഒരൊറ്റ മുസ്ഹഫിൽ തെറ്റുവരാതെ ക്രോഡീകരിക്കണം. നിങ്ങളറിയുമോ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അൽ മസാലിഹുൽ മുർസല എന്ന് പറയും. അൽ മസാലിഹു അൽ മുർസല ഇതൊരിക്കലും ബിദ്അത്തല്ല. കാരണം ഒന്നുകിൽ ആ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ തടസ്സം വന്നു. മൈക്ക് പോലെ, കോൺക്രീറ്റ് മസ്ജിദുകൾ പോലെ, അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ് അന്നും, പക്ഷെ അന്ന് നിർവഹിക്കാൻ തടസ്സമുണ്ട്, അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതല്ല എങ്കിൽ ചെയ്യാൻ തടസ്സമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഉദാഹരണത്തിന് ഖുർആൻ ക്രോഡീകരിക്കുക പോലെ. എന്നാൽ അതിൻ്റെ ഒരടിത്തറ ദീനിൽ ഉണ്ട് താനും. ഇപ്പോൾ നോക്കൂ, തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് റമദാനിൽ ജമാഅത്തായി സംഘടിപ്പിക്കാനുള്ള തടസ്സം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നിർബന്ധമാക്കപ്പെട്ടു പോയേക്കുമോ എന്ന് ഞാൻ പേടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കരിച്ചു, സഹാബത്തൊക്കെ പിന്നിൽ കൂടി റമദാനിൽ രാത്രി നിസ്കാരം. രണ്ടാമത്തെ ദിവസം നബി നിന്നു, പിന്നെ ആളുകൾ വന്നു, പിന്നെ നിസ്കരിച്ചു. മൂന്നാമത്തെ ദിവസം അതിനേക്കാളും ആളുകൾ, രണ്ടാമത്തെ ദിവസം അതിനേക്കാൾ, മൂന്നാമത്തെ ദിവസം അതിനേക്കാൾ, അങ്ങനെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അങ്ങനെ നിസ്കരിച്ചില്ല, ആളുകൾക്ക് പിന്നിൽ നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നിൽ വന്നുകൂടിയത് എനിക്കറിയാം, പക്ഷേ ഇത് ഉമ്മത്തിന് നിർബന്ധമാക്കപ്പെട്ടു പോയേക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. ഉമ്മത്തിനോടുള്ള കാരുണ്യത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ച പല അമലുകളിലൊന്നാണ്. ഉമ്മത്തിനോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് കൊണ്ട് നബി ഉപേക്ഷിച്ച കർമ്മങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്തിനോട് ഉണ്ടായിരുന്ന റഹ്മത്ത് അത്രയും വലുതായിരുന്നു. കാരണം നിർബന്ധമാക്കപ്പെട്ടു പോയേക്കുമോ എന്ന് നബി പേടിക്കാൻ, ഉമ്മത്തിനത് സാധിക്കാതെ വന്നേക്കുമോ എന്ന് ഉമ്മത്തിനോട് അത്രയും ദയയും കരുണയുമുള്ള, അവരുടെ കാര്യത്തിൽ ഏറ്റവും തൽപരനായിരുന്ന റസൂൽ സ്വല്ലല്ലാഹു വസല്ലമു വബറകാതുഹു അലൈഹി അവിടുന്ന് അങ്ങനെ ഉപേക്ഷിച്ച അമലാണത്. എന്തായിരുന്നു തടസ്സം? നിർബന്ധമാക്കപ്പെട്ടു പോയേക്കുമോ എന്ന പേടി. മനസ്സിലായില്ലേ? ആവശ്യമുണ്ട് അത് ചെയ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം 2 വർഷമാണ് ഖിലാഫത്ത്. അതാകട്ടെ റിദ്ദത്തിൻ്റെ കക്ഷികളോട്, മുർത്തദ്ദുകളോട്, കള്ളപ്രവാചകന്മാരോട് ഒക്കെയുള്ള യുദ്ധത്തിൻ്റെ അതിരാൽ ശുഗലായ കാലഘട്ടമായിരുന്നു. മനസ്സിലായില്ലേ? എന്നിട്ട് രംഗം ശാന്തമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലശേഷം 10 വർഷം ആ ഭരണം നീണ്ടു. സുസ്ഥിരമായ ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ച സമാധാനത്തിൻ്റെ കാലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ജനങ്ങളെ തറാവീഹിന് ഇമാമിന് കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചു. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ തടസ്സം നീങ്ങിപ്പോയിരിക്കുന്നു. ഇനി ഇത് നിർബന്ധമാക്കപ്പെടുകയില്ല, കാരണം വഹീ നിലച്ചു, ആ തടസ്സം അങ്ങ് നീങ്ങി. മാത്രമല്ല ആ പ്രവർത്തനത്തിന് ഒരടിസ്ഥാനവും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട് സഹാബത്തുമായി. 3 ദിവസമെങ്കിൽ 3 ദിവസം. മനസ്സിലായില്ലേ? ഇതുപോലുള്ള കാര്യങ്ങളെടുത്ത് മുസ്ലിയാക്കന്മാർ ബിദ്അത്തിന് തെളിവുണ്ടാക്കാൻ നടക്കും. ബിദ്അത്തിൻ്റെ ഒക്കെ കക്ഷികളുടെ സ്വഭാവമാണ്. അതായത് ഉസൂലിയായ തെളിവുകൾ, ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, അതിനെ കാറ്റിൽ പറത്താൻ സംശയാസ്പദമായ കാര്യങ്ങളെ അതിൽ കടിച്ചു തൂങ്ങുക എന്നത് ഈ കണ്ട ബിദ്അത്തിൻ്റെ കക്ഷികളുടെ ഒക്കെ സ്വഭാവമാണ്. ദീനിൻ്റെ അടിസ്ഥാന പ്രമാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞ ബിദ്അത്തിനെ എതിർക്കുന്ന ഹദീസുകൾ അതൊന്നും ആവശ്യമില്ല. കൂട്ടരെ, നിങ്ങൾ ഈ പറയുന്ന ന്യായപ്രകാരം ഏത് ബിദ്അത്ത് പിന്നെ ബിദ്അത്ത് അല്ലാതാവും? ഏത് ബിദ്അത്താണ് പിന്നെ ബിദ്അത്താവുക? ആർക്കെന്തും പറഞ്ഞ് ഏത് ബിദ്അത്ത് ഉണ്ടാക്കാമല്ലോ ഈ ന്യായപ്രകാരം. അതിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ന്യായം പറഞ്ഞാൽ പോരെ?
യഥാർത്ഥത്തിൽ നോക്കൂ, അതുപോലും അവർക്കെതിരായ തെളിവാണ്. കാരണം ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ പോലും ആ നിർദ്ദേശം മുന്നോട്ട് വെക്കപ്പെട്ടപ്പോൾ പോലും സഹാബത്ത് പറഞ്ഞ വാക്കെന്താണ്? ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്ത ഞാനങ്ങനെ ചെയ്യുന്നതാണ്. കാരണം എന്തുകൊണ്ടാണ് അവരാ പറഞ്ഞത്? അവരുടെ ഹൃദയങ്ങളിൽ ഉറച്ച പാഠം, അവർ പഠിച്ചു വച്ച ഉറച്ച പാഠം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേ ദീനിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേ ദീനിൽ ചെയ്യാവൂ എന്നതാണ് അവർ പഠിച്ചു വച്ച അവരുടെ ഹൃദയങ്ങളിൽ ഉറച്ച പാഠം അതാണ്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ആ സഹാബത്തിൻ്റെ ഫഹ്മ് വേണ്ട, സഹാബത്ത് മനസ്സിലാക്കിയത് മനസ്സിലാക്കേണ്ട, ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ് ദീനിൽ പുത്തൻ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ നോക്കൂ, അത് ഒരിക്കലും ദീനിൽ ശരിയല്ല. മറിച്ച് ഇബാദത്തുകളിൽ അടിസ്ഥാനം എന്താണ്? ഹറാം, ഹദർ, പാടില്ല എന്നതാണ്. തെളിവുള്ളതേ ചെയ്യാവൂ, തെളിവില്ലാത്തത് ഒക്കെ ബിദ്അത്താണ്. ദീനിൽ നമുക്ക് മാതൃക ഉണ്ടായിരിക്കണം, അതേ ചെയ്യാവൂ. ദുനിയാവിൻ്റെ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തിനാൽ അള്ളാഹു അടിസ്ഥാനം എന്താണ് വെച്ചിട്ടുള്ളത്? ഹലാൽ, ഒക്കെ ഹലാൽ. ഹറാമാണെന്ന് തെളിവ് വന്നത് ഒഴികെ. ഒരാൾക്ക് ഒരു കച്ചവടം ചെയ്യണം, ഒരു കച്ചവടം, ജനങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കച്ചവടം, ഒരാൾ വന്ന് പറയണം ഇത് ഹറാമാണ്. ഹറാമാണെന്ന് പറഞ്ഞവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, അയാളല്ല. കാരണം എന്താണ്? അടിസ്ഥാനം ഹലാലാണ് എന്നതാണ്. ഒരാൾ ഒരു വസ്ത്രം ധരിച്ചു, ഒരാൾ പറയുന്നത് ഹറാമാണ്. ഹറാമാണെന്ന് പറഞ്ഞവനാണ് എന്ത് കൊണ്ടുവരേണ്ടത്? തെളിവ് കൊണ്ടുവരേണ്ടത്. മനസ്സിലായി? അതല്ലാതെ ധരിച്ചവനല്ല. നേരത്തെ പറഞ്ഞ ഒരു ഭക്ഷണം ഒരാൾ കഴിക്കുകയാണ്, ഒരു പാനീയം ഒരാൾ കുടിക്കുകയാണ്, ഒരാൾ പറയുന്നത് ഹറാമാണെന്ന് പറഞ്ഞവനാണ് അതിനുള്ള തെളിവ് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ കൊണ്ടുവരേണ്ടത്. അല്ലാത്തതൊക്കെ കൊണ്ടുവരാൻ സാധിച്ചില്ല ആർക്കും ഹലാലാണെന്നതാണ് നിയമം. അള്ളാഹുവിൻ്റെ വലിയ വലിയ അപാരമായ നിഅമത്താണത്. അൽഹംദുലില്ലാഹ്. വാഹനങ്ങൾ, കച്ചവടം, വസ്ത്രം, ഭക്ഷണം, പാർപ്പിട, എന്തെല്ലാം ദുനിയാവിൻ്റെ കാര്യങ്ങളും സൗകര്യങ്ങളും എന്താണ്? ദീന നിയമം ഹലാൽ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഹലാൽ മാത്രമല്ല, താഹിർ കൂടിയാണ്, അഥവാ നജസല്ല. ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്, നടന്നാകെ തളർന്നു, ഒരു കല്ല് കാണുന്നു, ഇരിക്കാൻ പറ്റിയൊരു കല്ല്. എന്താണ് അവിടെ ഇരിക്കുന്നതിൻ്റെ വിധി? ഹലാൽ. ആ കല്ല് താഹിറാണ്, അതിന് മുകളിൽ അയാൾക്ക് ഇരിക്കാം. എങ്ങാനും ആരെങ്കിലും ഇതിൻ്റെ മുകളിൽ നേരത്തെ മൂത്രയിച്ചിട്ടുണ്ടാവുമോ, ഇതിൽ നജസെങ്ങാനും ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കാതിരിക്കണോ? വേണ്ട, അയാളോട് ഇരിക്കാം. കരുതിയിൽ അടിസ്ഥാന നിയമം അത് താഹിറാണ് എന്നതാണ്, ശുദ്ധമാണ് എന്നതാണ്. ഇതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മാഅ തഹൂർ ലാ യുനജ്ജിസുഹു ഷൈഉൻ. വെള്ളം അത് തഹൂറാണ്. താഹിർ എന്ന് മാത്രമല്ല, തഹൂർ കൂടിയാണ്. വെള്ളത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയാണ്. അത് ശുദ്ധിയുള്ളതാണ്, ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് വുദൂ ചെയ്യാം, കുളിക്കാം, നജസ് നീക്കാം. ലാ യുനജ്ജിസുഹു ഷൈ, അതിനെ യാതൊന്നും നജസാക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റു ചില റിവായത്തുകളിൽ കാണാം, അതിൻ്റെ തഅമോ റീഹോ ലൗനോ മാറിയാലൊഴികെ, രുചിയോ മണമോ നിറമോ മാറിയാലൊഴികെ. എന്ത് വീണ് മാറണം? നജസ് വീണ് മാറണം. നജസ് കൊണ്ട് അതിൻ്റെ താൻ, അല്ലെങ്കിൽ രുചി, അല്ലെങ്കിൽ അതിൻ്റെ നിറം, അതല്ലെങ്കിൽ അതിൻ്റെ മണം, ഇത് മാറിയാലല്ലാതെ വെള്ളം എല്ലാം തഹൂറാണ്. ഇതാണ് ദീനിലെ നിയമം, അടിസ്ഥാന നിയമം ഇതാണ്. എന്താണ് അസ്ൽ പഠിച്ചു വെച്ചാലുള്ള ഉപകാരം? അതിലൊരുപാട് കാര്യങ്ങൾ കടന്നു വരും. ഒരാളൊരു ടോയ്ലറ്റിലേക്ക് കയറി, ഒരു പൊതു ടോയ്ലറ്റാണ്, അവിടെ ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്, ഒരു ബക്കറ്റിൽ അവിടെ വെള്ളമുണ്ട്. എന്താണ് അടിസ്ഥാന നിയമം? അസ്ൽ എന്താണ്? ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പ്രകാരം തഹൂറാണ്. മനസ്സിലായില്ലേ? ഇതിലെങ്ങാനും നജസ് തെറിച്ചിട്ടുണ്ടാവുമോ എന്ന് കരുതി അയാൾ അത് ഒഴിച്ച് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു നിർബന്ധം ദീനിലില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു നിർബന്ധം അയാൾക്കത് ഉപയോഗിക്കാം. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഒരാൾ നടന്നു പോവുകയാണ്, നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ മുകളിൽ നിന്ന് ഒരു വെള്ളം, ചില പണ്ഡിതന്മാർ പറഞ്ഞത് മീസാബിൽ നിന്നാണ്, അത് വെള്ളം ഒലിച്ചു വരാനുള്ള പാത്തികളിൽ നിന്ന് വെള്ളം ഒരാളുടെ ശരീരത്തിൽ, വസ്ത്രത്തിൽ ഇറ്റി. അവിടെ നടന്ന് പള്ളിയിലേക്ക് പോകണം, മസ്ജിദിലേക്ക് പോകണം. സുബ്ഹാനല്ലാഹ്,
പണ്ഡിതന്മാർ പറഞ്ഞ ആൾ മണത്തോക്കുക വരെ ചെയ്യേണ്ടതില്ല, നേരെ പോവുക, നിസ്കരിക്കുക, തിരിച്ചു വരിക. ഇതെങ്ങാനും നജസായിരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതില്ല, മണത്ത് നോക്കേണ്ടതില്ല. കാരണം അസൽ എന്താണ്? താഹിറൻ. നീ അതിൽ നീങ്ങുക, നീ പ്രയാസങ്ങൾ വരുത്തി വെക്കേണ്ടതില്ല. സലഫുകളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടത് കാണാം, രണ്ടുപേർ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു വീട്ടിൻ്റെ ഇതുപോലുള്ള മിസാബിൽ നിന്ന് വെള്ളം അവരുടെ രണ്ടുപേരുടെ ദേഹത്തേക്ക് തെറിച്ചു. അപ്പോൾ ആ വീട്ടിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീയോട് രണ്ടുപേരിൽ ഒരാൾ ചോദിച്ചു എന്നാണ്, ഇതെന്ത് വെള്ളമാണ്? അപ്പോൾ രണ്ടാമൻ ഉടനെ പറഞ്ഞു, പറയണ്ട, മനസ്സിലായി, അങ്ങോട്ട് പറയണ്ടില്ല. എന്നിട്ട് മുന്നോട്ട് നീങ്ങാൻ പറഞ്ഞു. ഈ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രയാസം നിശ്ചയിച്ചിട്ടില്ല. ഒരുപാട് വസ്വാസുകളിൽ നിന്ന് ആളുകൾക്ക് മോചനം ലഭിക്കുന്ന ദീനിലെ നിയമമാണിത്. മനസ്സിലായില്ലേ? ഒരുപാട് വസ്വാസുകളിൽ നിന്ന് ഇതിലൂടെ നമുക്ക് മോചനം ലഭിക്കും. വസ്വാസുകളുടെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഇങ്ങനെയാണ്. ഒരുപാട് വസ്വാസുകൾ ഇതിൻ്റെ പേരിൽ ആളുകൾക്ക് ഈ രൂപത്തിലുണ്ട്. നജസാണോ അല്ലേ, അങ്ങനെ ആയിട്ടുണ്ടാവും, ഇങ്ങനെ ആയിട്ട് ചെയ്യേണ്ടതില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ രൂപത്തിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക. നിനക്ക് സംശയമുള്ളത് ഒഴിവാക്കി സംശയം ഇല്ലാത്ത കാര്യത്തിലേക്ക് നീങ്ങുക. അഥവാ യഖീനുള്ള ഉറപ്പുള്ള കാര്യം ഏതാണോ അതിലേക്ക് നീങ്ങുക എന്നതാണ് നിയമം. ഉദാഹരണത്തിന് ഒരാൾ വുദൂ ചെയ്തു, അതിനുശേഷം അയാൾക്ക് താൻ മൂത്രമൊഴിച്ചിട്ടുണ്ടോ, അതിനിടയിൽ വുദൂ മുറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം തോന്നി. ഒരാൾ മഗ്രിബിന് വുദൂ ചെയ്താണ്, നിസ്കരിച്ചു കഴിഞ്ഞു, ഇശാൻ്റെ നേരമായി, വുദൂ എടുത്ത് നല്ല ഓർമ്മയുണ്ട്, പക്ഷെ അതിനിടയിൽ വുദൂ മുറിഞ്ഞോ ഇല്ലേ എന്ന് സംശയം. എന്ത് ചെയ്യണം? അല്ല, അടിസ്ഥാനം എന്താണോ അതിലേക്ക് ഉറപ്പ്, യഖീൻ എന്താണോ അതിലേക്ക് തിരിച്ചു പോകണം. യഖീൻ എന്താണ്? വുദൂ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മുറിഞ്ഞോ ഇല്ലേ എന്നുള്ളത് സംശയമാണ്, അത് ഒഴിവാക്കുക. എന്നിട്ട് വുദൂ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് എന്ത് ചെയ്യുക? നിസ്കരിക്കുക. നേരെ തിരിച്ച് വുദൂ മുറിഞ്ഞതൊരാൾക്ക് നല്ല ഓർമ്മയുണ്ട്, യഖീനാണതിൽ. എന്നിട്ട് അതിന് ശേഷം വുദൂ എടുത്തോ ഇല്ലേ എന്നതിൽ സംശയം. വുദൂ എടുത്തോ ഇല്ലേ എന്നതിൽ സംശയം. എന്താണ് അയാൾ ഉറപ്പിക്കേണ്ടത്? മുറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ് ഉറപ്പിക്കേണ്ടത്. എന്നിട്ട് വുദൂ ചെയ്യുകയാണ് വേണ്ടത്. നോക്കൂ, ഈ ആയത്ത് ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅൻ എന്ന ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം അത് ശുദ്ധവും താഹിറും അതുപോലെ ഹലാലുമാണ് എന്നതാണ്. ദലീൽ വന്നത് ഒഴികെ, നജസാണെന്ന് ദലീൽ വന്നാൽ ഒഴികെ, അതുപോലെ ഹറാമാണെന്ന് ദലീൽ വന്നാൽ ഒഴികെ ബാക്കിയുള്ളത് ഹലാലാണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ثم استوى إلى السماء فسواهن 7 سماوات. അള്ളാഹു ആകാശത്തിന് നേരെ തിരിഞ്ഞ് അതിനെ 7 ആകാശങ്ങളായി നിശ്ചയിച്ചു. അതിനെ അള്ളാഹു റബ്ബുൽ ആലമീൻ ക്രമപ്പെടുത്തി. ഭൂമിക്കുമേൽ 7 ആകാശങ്ങളുണ്ട്, ഭൂമിയും അതെ 7 ഭൂമികളുണ്ട് എന്ന് സൂറത്ത് തലാഖിലെ ആയത്ത് സൂചിപ്പിക്കുന്നു. ഹുവല്ലദീ ഖലഖ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനാണ് ആകാശങ്ങളെ 7 ആകാശങ്ങളെ പടച്ചത്. വമിനൽ അർദി മിസ്ലഹുൻ, സൂറത്ത് തലാഖിൽ അല്ലാഹു പറഞ്ഞു വമിനൽ അർദി മിസ്ലഹുൻ, ഭൂമിയിൽ നിന്ന് അതുപോലെ അതിന് തുല്യമായതും. അഥവാ താഴേക്ക് 7 ഭൂമികളുണ്ട്, മുകളിലേക്ക് 7 ആകാശങ്ങളുണ്ട് എന്നതുപോലെ. അതിൽ ഭൂമിയോടടുത്ത ആകാശത്തിനാണ് എന്ത് പറയുക? സമാ ഉദ്ദുന്യ എന്ന് പറയുക. ഭൂമിയോടടുത്ത ആകാശത്തിന് സമാ ഉദ്ദുന്യ എന്ന് പറയും. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഹുവ അവൻ ബികുല്ലി ഷൈഇൻ അലീം, ഏത് കാര്യത്തെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഇൽം, അവൻ്റെ അറിവ് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ഒന്നാണ്. അള്ളാഹുവിൻ്റെ അറിവെന്നത് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന, ഏറ്റവും അധികം ആവർത്തിച്ചു വന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ് അവൻ്റെ ഇൽം, അവൻ അറിയുന്നവനാണ് എന്നത്. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഏറ്റവും വിശാലമായ വിശേഷണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, മലായിക്കത്തിൻ്റെ ദുആയിൽ, അവരുടെ ദുആയി അള്ളാഹു പറഞ്ഞത് കാണാം, റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ. റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ.
ഞങ്ങളുടെ റബ്ബെ വസിഅത കുല്ല ഷൈ, സകലതിനെയും നീ ഉൾക്കൊണ്ടിരിക്കുന്നു. റഹ്മതൻ വ ഇൽമ, റഹ്മത്ത് കൊണ്ടും അതുപോലെ ഇൽമു കൊണ്ടും. ഇത് നോക്കൂ, അള്ളാഹുവിൻ്റെ സകല സൃഷ്ടികൾക്കും ലഭിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാത്ത ഒരു സൃഷ്ടിയുമില്ല. അള്ളാഹുവിനെ അനുസരിച്ചവനോ അവനെ ധിക്കരിച്ചവനോ ആകട്ടെ, അവനിൽ വിശ്വസിച്ചവനോ അവനെ നിഷേധിച്ചവനോ ആകട്ടെ, റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കാത്ത ഒരു സൃഷ്ടിയും ഈ ലോകത്ത് ഇല്ല. എന്നാൽ പരലോകത്ത് അത് അങ്ങനെ ആയിരിക്കുകയില്ല. ഈ ലോകത്ത് ആരാണോ റബ്ബിനനുസരിച്ച് ജീവിച്ചത് അവർക്ക് മാത്രമാണ് അള്ളാഹു റഹ്മത്ത് അന്ത്യനാളിൽ നീക്കി വച്ചിട്ടുള്ളത്. അതുപോലെ വിശാലമായ വിശേഷണമാണ് ഇൽം. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയെപ്പോലും അവൻ അറിയാത്തതായില്ല. അത് കേവലമായ മൊത്തത്തിലുള്ള അറിവല്ല, അതുമാത്രമല്ല, പിന്നെ മൊത്തത്തിനും അതുപോലെ ഏറ്റവും സൂക്ഷ്മമായും അള്ളാഹു അറിയും. അതുപോലെ അവനെക്കുറിച്ചും അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ്. റബ്ബിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുക ആർക്ക് മാത്രമാണ്? റബ്ബിന് മാത്രമാണ്. അതുപോലെ അവൻ്റെ പടപ്പുകളെയും അള്ളാഹുവിൻ്റെ ഇൽം അത് സുബ്ഹാനല്ലാഹ് ആലോചിച്ചാൽ അറ്റം ലഭിക്കാത്ത അവൻ്റെ സിഫത്തുകളിലൊന്നാണ്. ആലോചിച്ചാൽ അറ്റം ലഭിക്കാത്ത റബ്ബിൻ്റെ സിഫത്തുകളിലൊന്നാണ് അള്ളാഹുവിൻ്റെ ഇൽം എന്ന് പറയുന്നത്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫി ളുലുമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അവൻ്റെ പക്കലാണ് ഗൈബിൻ്റെ താക്കോലുകളുള്ളത്. അദൃശ്യ വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ അവൻ്റെ പക്കലാണ്, അള്ളാഹുവിൻ്റെ പക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹു, അവനല്ലാതെ അത് അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലുള്ളതും കടലിലുള്ളതും അള്ളാഹു അറിയുന്നു. ഈ ഭൂമിയിലെ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ പടപ്പുകൾ, അതിൽ ജീവനുള്ളതും ഇല്ലാത്തതും, ഈ ഭൂമിയിലെ തരിമണികൾ, മണൽ തരികൾ, സമുദ്രത്തിലെ നുരകൾ, അതിലെ തിരമാലകൾ, ഓരോ വൃക്ഷങ്ങളും അതിൻ്റെ ഇലകളും അള്ളാഹു അറിയാത്തതായി യാതൊന്നുമില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, ബഹറിലാകട്ടെ കടലിലാകട്ടെ ഇതിനേക്കാൾ അത്ഭുതമാണ്, ഇതിനേക്കാൾ വലിയ ലോകമാണ് അവിടെ ഉള്ളത്. എത്രയോ അറിയാത്ത ജീവികൾ, അതിൻ്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ അള്ളാഹു അറിയുന്നു. അതിലെ തിരമാലകൾ അള്ളാഹു അറിയുന്നു. അതിൻ്റെ ഇരുട്ടുകൾ അതിലുള്ളത് അള്ളാഹു കാണുന്നു. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരില പോലും വീഴുന്നില്ല, ഇല്ലാ യഅലമുഹാ, അവൻ അറിഞ്ഞിട്ടല്ലാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഒരു ഇല ഇങ്ങനെ മറിഞ്ഞും ചെരിഞ്ഞും ചാഞ്ഞും പതുക്കെ താഴേക്ക് പതിക്കുന്നത് ആരാണ് ശ്രദ്ധിക്കുന്നത്? ആരാണത് നോക്കി നിൽക്കുന്നത്? അത് വീഴുക എന്നത് എത്ര നിസാരമായ കാര്യമാണ്. പക്ഷേ അതിലൊരു ഇല പോലും, ഒരൊറ്റ ഇല പോലും വീഴുന്നില്ല. ഇല്ലാ യഅലമുഹാ, അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. അത് സൂക്ഷ്മമായി അതേക്കുറിച്ച് അറിഞ്ഞിട്ടല്ലാതെ അത് എവിടെ എപ്പോൾ മുളച്ചു, അത് എന്നാണത് ഉണങ്ങിത്തീരുക, എന്നാണത് മണ്ണോട് മണ്ണ് ചേരുക, അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ ഇല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, വീഴുന്നതിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞത് എങ്കിൽ മുളക്കുന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അതവൻ നോക്കൂ, അതിനേക്കാൾ അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ്, അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. കാരണം വീഴുക എന്നത് അത്രയും നിസ്സാരമായ കാര്യമാണ്, മുളക്കുക എന്നത് അതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ റത്ബിൻ വലാ യാബിസിൻ وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض. ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ഒരു ഹബ്ബ, ഒരു ധാന്യമണിയുണ്ട് എങ്കിൽ അള്ളാഹു അറിയുന്നു. വല റത്ബിൻ വല യാബിസ്, റത്ബോ യാബിസോ ആകട്ടെ. റത്ബ് എന്നാൽ പച്ച എന്നാണ് അർത്ഥം, അഥവാ ജീവനുള്ളത്. യാബിസ് എന്നാൽ ഉണങ്ങിയത് അഥവാ ജീവനില്ലാത്തത്. വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അള്ളാഹുവിൻ്റെ വ്യക്തമായ ഒരു കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ഇൽം എന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ഏറ്റവും അധികം പേടിപ്പിക്കേണ്ട, അവൻ്റെ ഹൃദയം നടുക്കേണ്ട അള്ളാഹുവിൻ്റെ സിഫത്ത്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പേടിപ്പിക്കേണ്ട അള്ളാഹുവിൻ്റെ സിഫത്താണെന്ത്? റബ്ബിൻ്റെ അറിവെന്ന് പറയുന്നത്. കാരണം ചിന്തിച്ചു നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല
എല്ലാറ്റിനും കഴിവുള്ള, നമ്മെ ഏത് നിമിഷവും അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സാധിക്കുന്ന റബ്ബ് സകലതും അറിയുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഏതെങ്കിലും ഒരു നാട്ടിലെ ഒരു രാജ്യത്തെ ഒരു കണിശക്കാരനായ അയാളുടെ ഭരണകൂടത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന, ജയിലറകളുള്ള, പട്ടാളമുള്ള കൊടിയ ശിക്ഷകൾ നാട്ടിൽ നിലനിർത്തുന്ന ഒരു ഭരണാധികാരി എല്ലാ ആളുകളുടെയും വീട്ടിന് ചുറ്റും സൈന്യങ്ങളെ നിർത്തിയിരിക്കുന്നു. എവിടെയും ആളുടെ ചാരന്മാരാണ്. ഒന്നും മിണ്ടാൻ സാധിക്കില്ല, അപ്പോൾ അയാൾക്ക് വിവരം എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, ആ നാട്ടിലെ നിയമത്തിനെതിരെയോ ഭരണകൂടത്തിനെതിരെയോ മിണ്ടാൻ ഒരക്ഷരം വായ തുറക്കാൻ ആളുകൾ എത്ര പേടിക്കും? എന്തെങ്കിലും അവിടുത്തെ നിയമത്തിനെതിരെ ഒരു മുഖാലഫ ചെയ്യാൻ ആളുകൾ എത്ര പേടിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിച്ചു നോക്കൂ റബ്ബിനെ കുറിച്ച്. അവൻ്റെ ഇൽം അതെത്താത്ത ഏത് ഇരുട്ടറയുണ്ട് ഭൂമിയിൽ. അല്ല, നിൻ്റെ ഹൃദയത്തിൽ നീ ഉദ്ദേശിക്കുന്ന കാര്യം, നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടുത്ത നിമിഷം നീ ചെയ്യുമെന്ന് നീ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചെയ്താലോ എന്ന് നീ ചിന്തിക്കുന്ന ഒരു കാര്യം നീ ചിന്തിക്കുന്നതിന് മുൻപ് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയും. അല്ലാഹു അറിയുന്നു. അലം യഅലം ബിഅന്ന അല്ലാഹ യറ. അവൻ അറിഞ്ഞില്ലേ അല്ലാഹു കാണുന്നുണ്ട് എന്ന്? അലം യഅലമു അന്ന അല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും. അവർ അറിഞ്ഞില്ലേ, അവർ മനസ്സിലാക്കിയില്ലേ അന്ന അല്ലാഹ യഅലമു സിർറഹും, അവരുടെ രഹസ്യം അല്ലാഹു അറിയുന്നുണ്ട് എന്ന്. വനജ്വാഹും, അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ അല്ലാഹു അറിയുന്നുണ്ട് എന്ന്. എന്തൊരു ചോദ്യമാണ്! അലം യഅലമു അന്ന അല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യവും സ്വകാര്യ സംഭാഷണങ്ങളും അല്ലാഹു അറിയുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയില്ലേ? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്, പണ്ട് കാലത്തൊരു സ്ത്രീ അവളെ ഒരു മോശമായ പ്രവൃത്തിക്ക് ഒരാൾ പ്രേരിപ്പിക്കുമ്പോൾ, ഒരു രാത്രിയിൽ, ഇരുണ്ട രാത്രിയിൽ നക്ഷത്രങ്ങൾ മാത്രം കാണുന്ന ഒരു രാത്രിയിൽ അയാൾ പറഞ്ഞത്രേ ഈ സ്ത്രീയോട്, ലാ യറാന ഇല്ലൽ കവാക്കിബ്, നക്ഷത്രങ്ങളല്ലാതെ നമ്മളിപ്പോൾ ആരും കാണുന്നില്ല. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ഫഅൈന മുകൗകിബുഹ, ഫഅൈന മുകൗകിബുഹ, കൗകബുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചത്ര, ഫഅൈന മുകൗകിബുഹ, ആ നക്ഷത്രങ്ങളാക്കിയവൻ, അതിനെ നിലനിർത്തിയവൻ എവിടെ? അവൻ്റെ കാര്യമോ എന്ന് അവൾ ചോദിച്ചു എന്നാണ്. അതുകൊണ്ട് റബ്ബ് കാണുന്നുണ്ട് എന്നത്, അവൻ അറിയുന്നുണ്ട് എന്നത്, അവൻ അറിയുന്നു എന്നത്, അവൻ്റെ ഇൽം എന്നത് ഖുർആനിൽ അവൻ ഏറ്റവും അധികം പറഞ്ഞ അവൻ്റെ സിഫത്താണ്. പല രൂപത്തിൽ യഅലം, അലിം അല്ലാഹ്, അതുപോലെ അല്ലാമുൽ ഗുയൂബ്, അവൻ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. അലീമാണവൻ, സമീആണ്, അലീമാണ്, ഹക്കീമാണ് എന്നിങ്ങനെ അവൻ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. ഇവിടെ നോക്കൂ, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, ഏത് വസ്തു ഉണ്ടോ അവൻ അതേക്കുറിച്ച് അറിയുന്നവനാണ്. അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും തന്നെ പുറത്തു പോവുകയില്ല. അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും തന്നെ ഒരിക്കലും പുറത്തു പോകുന്നില്ല. ശർഈയായ കാര്യങ്ങളാകട്ടെ, മതനിയമങ്ങളാകട്ടെ, അവൻ്റെ മതനിയമങ്ങൾ ഏറ്റവും അധികം അറിയുന്നവനാരാണ്? അവനാണ്. പ്രാപഞ്ചികമായ കാര്യങ്ങളാകട്ടെ ഏറ്റവും അറിയുന്നവനാരാണ്? അവനാണ്. എന്നു മാത്രമല്ല, അവൻ അറിയിച്ചു കൊടുത്തതല്ലാതെ ഒരാളും അറിയുകയുമില്ല. ഇവിടെയാണ് ഗൈബ്, ഇൽമുൽ ഗൈബ് വാദിക്കുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. ഇൽമുൽ ഗൈബ്, അദൃശ്യ വിജ്ഞാനം തനിക്കറിയാം എന്ന് ആരെങ്കിലും വാദിച്ചാൽ, ആ വാദിച്ചവൻ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നാളെ നടക്കുന്നത് എനിക്കറിയാം, അതല്ല എങ്കിൽ ഭാവി എനിക്കറിയാം, അല്ലെങ്കിൽ ഒരാൾ കാണാതായ വസ്തു ചോദിച്ചു വന്നാൽ ഞാൻ പറഞ്ഞു തരാം അതെവിടെയാണ് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന ജ്യോത്സ്യന്മാർ, അറാഫുകൾ, കാഹിനുകൾ, ഏത് പേരിട്ട് അവരെ വിളിച്ചാലും ചിലപ്പോൾ മുസ്ലിം പേരിലായിരിക്കും, അതല്ല എങ്കിൽ മറ്റുള്ള മതസ്ഥരുടെ പേരിലായിരിക്കും. ഏത് പേരിലാകട്ടെ, ഒരാൾ ഇൽമുൽ ഗൈബ് അറിയാമെന്ന് വാദിച്ചാൽ അയാളുടെ വിധി അയാൾ കാഫറാണെന്നത്. അയാളുടെ അരികിലേക്ക് പോവുകയും എന്നിട്ട് അയാൾ പറയുന്നത് വിശ്വസിക്കുക ചെയ്തവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു കാഹിനിൻ്റെയോ ഒരു ജ്യോത്സ്യൻ്റെയോ അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നവൻ്റെയോ അടുത്തേക്ക് പോയി അവൻ പറയുന്നത് വിശ്വസിച്ചാൽ
ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, ഈ ഖുർആനിൽ, ഇസ്ലാമിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഏത് രൂപത്തിലായാലും, ചിലപ്പോൾ കൈ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ ഉള്ളതുപോലെ, ഈ കാലത്തുണ്ടോ എന്നറിയില്ല, പക്ഷികളെ തത്തയോ മറ്റോ പുറത്തിറക്കി കാർഡെടുത്ത് അങ്ങനെ ഭാവി പറയുന്ന രൂപത്തിലായിരിക്കും. അതല്ല എങ്കിൽ സുബ്ഹാനല്ലാഹ്, ആധുനിക കാലത്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ വരാറില്ലേ, ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളുടെ ഭാവി പറഞ്ഞുതരും. ഏത് നക്ഷത്രത്തിനാണ് ജനിച്ചതെന്ന് പറഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ട് പറഞ്ഞുതരും, ഈ ആഴ്ച നിങ്ങൾക്ക് ഇങ്ങനെ. ഇത് വായിക്കുക. അതല്ല എങ്കിൽ അതിനുവേണ്ടി ഫോൺ നമ്പറുകൾ വിളിച്ചാൽ ഭാവി പറഞ്ഞുതരും. അങ്ങനെയുള്ള ആരാകട്ടെ അത് പറയുന്നത് വിശ്വസിച്ചാൽ ഇസ്ലാം അത് പുറത്തു പോകുന്ന കാര്യമാണ്. നഊദു ബില്ലാഹ്. വെറുതെ പോയി വിശ്വസിച്ചൊന്നുമില്ല, മറിച്ച് പറയുന്നത് കേൾക്കുക മാത്രം ചെയ്തു. എന്ത് സംഭവിക്കും? 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. നോക്കൂ, ആ ഹദീസിൽ സൂചനയുണ്ട്, നിസ്കരിക്കുന്നവനും നാളെ ഇതുപോലുള്ള ആളുകളുടെ അരികിലേക്ക് ചെല്ലും. അതുകൊണ്ടാണല്ലോ 40 സംസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത്. ജ്യോത്സ്യന്മാർ അവർ ഏത് കാലത്തും ജനങ്ങളെ കുഫറിൽ അകപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. പഴയ കാലം മുതലേ അവരുണ്ടായിരുന്നു. പിശാചുക്കൾ, ശൈത്താന്മാർ അവരുടെ വലിയകളാണ്. ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിശാചിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ ശൈത്താൻ്റെ മിത്രങ്ങൾ എന്നാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കൂട്ടരെ വിശേഷിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ജ്യോതിഷന്മാരെ കുറിച്ച് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസു ബിഷൈ, അവർ യാതൊന്നുമല്ല, അവരൊന്നുമല്ല. അപ്പോൾ പറഞ്ഞ അവർ പറയുന്നത് ചിലത് സത്യമാകാറുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തിൽക്കൽ കലിമതു യഖ്തിഫുഹൽ ജിന്നിയു ഫയുഖർഖിറുഹാ ഫി ഉദുനി വലിയിഹി കഖർഖറത്തി ദജാജ. അത് മലക്കുകൾ സംസാരിക്കുന്നത്, ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ ആകാശലോകത്തേക്ക് ഇങ്ങനെ അട്ടിയായി കയറി നിന്ന് കേൾക്കുന്നതാണ്, കട്ട് കേൾക്കുന്നതാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ഈ കേട്ട വല്ലതും ജ്യോത്സ്യന് എത്തിച്ചു കൊടുക്കും. ഇത് പഴയ കാലത്ത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുൻപ് വളരെ വ്യാപകമായിരുന്നു. മലായിക്കത്ത് അള്ളാഹു അവരോട് പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പിശാചുക്കൾ കേൾക്കുകയും എന്നിട്ട് ജ്യോത്സ്യന്മാർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് പഴയ കാലത്ത് വ്യാപകമായിരുന്നു. ആ കാലത്ത് അവരെ ആകാശത്തിൽ നിന്ന് തീക്കൊള്ളികൾ, നക്ഷത്രങ്ങൾ കൊണ്ട് എറിയുകയും അവരതിലൂടെ കരിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എന്തുണ്ടായി? ഈ ഏറ് വ്യാപകമായി 4 ഭാഗത്തു നിന്നും എറിയും. 4 ഭാഗത്തു നിന്നും എറിയും. അതാണ് സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറഞ്ഞത്, ദുഹൂറൻ വലഹും അദാബു വാസിബ്. എല്ലാ ഭാഗത്തു നിന്നും അവരെ എറിയും, നക്ഷത്രങ്ങൾ കൊണ്ട് എറിയും. അള്ളാഹു പറഞ്ഞു, നാം ഇന്ന സയ്യന്ന സമാ അദ്ദുന്യ ബിസീനത്തിനിൽ കവാക്കിബ്. ആയത്തിൽ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഹിഫ്ളൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. അവർ 4 ഭാഗത്തു നിന്നും എറിയപ്പെടും. വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ് ദുഹൂറൻ വലഹും അദാബു വാസിബ്. ഇങ്ങനെ 4 ഭാഗത്തു നിന്നും നക്ഷത്രങ്ങൾ എറിയപ്പെടുന്നത് ആളുകൾ, ഭൂമിയിലുള്ള ആളുകൾ അന്ന് ആ കാലത്ത് കാണുകയുണ്ടായി. തായിഫിലെ ചില ആളുകൾ കാണുകയും എന്നിട്ട് അവർ ലോകം അവസാനിക്കാൻ പോവുകയാണോ എന്ന് പേടിക്കുകയും ചെയ്തു എന്നാണ്. എന്നു മാത്രമല്ല, ഈ സംഭവം ഉണ്ടായപ്പോൾ ശൈത്താന്മാർ എന്തു ചെയ്തു? ഇബ്ലീസിൻ്റെ അരികിൽ പോയി ഈ കാര്യം പറഞ്ഞു. മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല, 4 ഭാഗത്തുനിന്നും ഏറുവരികയാണ്. സഹീഹ് ബുഖാരിയിൽ കാണാം. അപ്പോൾ ഇബ്ലീസ് അവരോട് പറഞ്ഞു, ഇത് ഭൂമിയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഏറിങ്ങനെ വ്യാപകമായത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവർക്കത് മനസ്സിലായില്ല. അങ്ങനെ ഇബ്ലീസ് എന്ത് ചെയ്തു? 4 ഭാഗത്തേക്കും അവൻ്റെ സൈന്യങ്ങളെ നിയോഗിച്ചു. 4 ഭാഗത്തേക്കും, ഭൂമിയുടെ നാനാഭാഗത്തേക്കും. അങ്ങനെ നജിദിൻ്റെ തിഹാമയുടെ ഭാഗത്തേക്ക്, അറേബ്യയുടെ ഭാഗത്തേക്ക് വന്ന പിശാചുക്കൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൊണ്ട് ഖുർആൻ ഓതി നിസ്കരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇതാണ് സംഭവിച്ചത്. ഇതുകൊണ്ടാണ് ആകാശലോകത്ത് ഏറ് വ്യാപകമായത്, ഖുർആനിൻ്റെ സംരക്ഷണത്തിനായി. എന്ത് സംഭവിച്ചു? ഇബ്ലീസ് പറഞ്ഞയച്ച ഈ പിശാചുക്കളിൽ, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേൾക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറു മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. പറയൂ നബി, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്ത്? ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ കേൾക്കുകയും എന്നിട്ട് അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ അജബായ,
അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു. യഹ്ദി ഇല റുഷ്ദി, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഖുർആൻ. ഫആമന്ന ബിഹ്, അതുകൊണ്ട് ഞങ്ങൾ ആ ഖുർആനിൽ വിശ്വസിച്ചു. വലൻ നുശ്രിക ബിറബ്ബിന അഹദ, ഇനി ഒരിക്കൽ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ പങ്കു ചേർക്കുകയില്ല. നോക്കണം നിങ്ങൾ, ഖുർആൻ ഒരു കേൾക്കൽ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി അതിൽ ആദ്യത്തെ പാഠം എന്താണ്? അള്ളാഹുവിൽ പങ്കേൽക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഖുർആൻ ഒരാൾ മനഃപ്പാഠമാക്കി ഹാഫിളായി, എന്നിട്ട് അവൻ ഇത് തിരിഞ്ഞിട്ടില്ലെങ്കിലോ, ശിർക്കേറുന്ന തിരിഞ്ഞിട്ടില്ലെങ്കിലോ, അവൻ ഖുർആൻ പഠിച്ചിട്ടില്ല. അവൻ അതിൻ്റെ ഹുറൂഫുകൾ ഒന്നൊഴിയാതെ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അവൻ ഖുർആനിൻ്റെ ആളല്ല. ഖുർആനുമായി അവന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് എത്രയോ സ്ഥാപനങ്ങൾ കോട്ടിയ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അവർ പറയാറ്, ഞങ്ങളിൽ നിന്ന് ഇത്ര ഹാഫിദുകൾ പുറത്തിറങ്ങി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹാഫിദോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് അവൻ ഖുർആൻ പഠിച്ചുകൊണ്ട് പ്രയോജനം? യാതൊരു പ്രയോജനമില്ല. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച് ഇതിനാണ്, വലൻ നുശ്രിക ബിറബ്ബിന അഹദ, ഞങ്ങളുടെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഖുർആൻ കേട്ട ജിന്നുകൾ പറയുകയാണ്, ആദ്യം അവർക്ക് കിട്ടിയ പാഠം അതാണ്, ഖുർആനിലെ പാഠം. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഈ ജിന്നുകൾ എന്ന് പറയുന്നത് നോക്കൂ, അവരെത്ര വലിയ ഷർറിൽ നിന്നാണ് വന്നത്. കാരണം ഇബ്ലീസ് പ്രത്യേകം ഒരു ടാസ്ക് കൊടുത്ത് അയക്കണമെങ്കിൽ അവൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായിരിക്കണം ഈ വന്ന ജിന്നുകൾ. മനസ്സിലായി? പ്രത്യേക ഉത്തരവാദിത്വം കൊടുത്ത് അയച്ചവനാണ്. അവനാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഏതുപോലെ ഫിറഔൻ മൂസ അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ കൊണ്ടുവന്ന സാഹിറുകൾ എന്ത് ചെയ്തു? അവർ ഇസ്ലാം സ്വീകരിക്കുകയും രാവിലെ അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളായിരുന്നവർ അന്ന് നേരം വൈകുന്നതിന് മുൻപ് ഷഹീദുകളായി കൊല്ലപ്പെടുകയാണ്. ഫിറഔൻ അവരെ കൊലപ്പെടുത്തുക. അതുപോലെയാണിവർ. നോക്കൂ നിങ്ങൾ, അങ്ങനെ അവർക്ക് മനസ്സിലായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഇതാണ് ആകാശത്തുനിന്ന് ഈ തീക്കനലുകൾ ഇങ്ങനെ കൂടാനുള്ള കാരണം. പക്ഷേ എങ്കിലും ഇത്ര വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും പിശാചുക്കൾ എന്ത് ചെയ്യും? മലക്കുകളുടെ സംസാരം കേൾക്കാൻ കയറും. അതാണ് സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇല്ലാമൻ ഖാതിഫൽ ഖാത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. ഒരു പറിച്ചെടുത്ത കട്ടെടുത്തവൻ ഒഴികെ അവൻ്റെ പിന്നാലെ തുളച്ചു കയറുന്ന ഷിഹാബ്, തീക്കനൽ അവൻ്റെ പിന്നാലെ വരും. എന്നിട്ട് എന്ത് സംഭവിക്കും? അവൻ അതിനിടയിൽ താഴേക്ക് ഈ കേട്ടത് കൊടുക്കുമെന്നാണ്. ശൈത്താന്മാരുടെ ഷർറ് അത്രയുമുണ്ട് എന്നതുകൊണ്ടാണ് മരിക്കുമെന്നറിഞ്ഞിട്ടും ഈ പണിക്കേക്കുന്നത്. മനുഷ്യരിലില്ല അങ്ങനെ ചില ആളുകൾ, ചിലരെ കാണാം. മനസ്സിലായി? എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാൻ വിടില്ല, എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? തിന്മ ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ വാശി പിടിക്കുന്ന ആളുകളെ കാണാം. സുബ്ഹാനല്ലാഹ്. അവൻ മരിച്ചാലും അവന് എന്തില്ല, പ്രശ്നമില്ല, അവൻ ആ ഷർറ് ചെയ്തേ അടങ്ങും, ആ വൃത്തികേട് അവൻ ചെയ്തേ അടങ്ങും. അങ്ങനെയുള്ള മോശമായ ആളുകളുണ്ട്. മനസ്സിലായില്ല? തബീഅത്ത് മോശം, അവനവൻ നശിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവനെ നശിപ്പിച്ചിട്ട് വിടുള്ളൂ എന്ന ചിന്താഗതിയുള്ള ആളുകൾ മനുഷ്യരുണ്ട്. മനുഷ്യപിശാചുക്കൾ എന്ന് പറയാവുന്ന ആളുകൾ, അതുപോലത്തെ വിഭാഗമാണിത്. സ്വയം നശിച്ചാലും കുഴപ്പമില്ല എന്ന നിലക്ക് മലക്കളുടെ സംസാരം കട്ടുകൾ എന്നിട്ട് താഴേക്ക് ഇട്ട് കൊടുക്കും. താഴെ കിട്ടിയതും കൊണ്ട് ഈ പിശാച് എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവൻ്റെ വലിയൻ്റെ ഫയുഖറഖിറു ഫി ഉദുനി വലിയഹി, അവൻ്റെ വലിയൻ്റെ അരികിൽ പോയി ചെവിയിൽ കുറുകി കൊടുക്കും. നോക്കണം, അവൻ്റെ വലിയ എന്നാണ് ജോത്സ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. പക്ഷേ ആളുകൾ വിചാരം എന്താ? ഇങ്ങനെ രഹസ്യം പറയുന്ന ആൾ, രഹസ്യം പോയാൽ ഭാവി പറഞ്ഞു തരുന്ന കാണാതായ വസ്തു പറഞ്ഞു തരുന്ന ജിന്നുമ്മമാരും അതുപോലെയുള്ള മുസ്ലിയാക്കന്മാരും ആളുകൾ അള്ളാഹിൻ്റെ വലിയകളായിട്ടാണ് അവരെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പിശാചിൻ്റെ വലിയ എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തിനാണ് ശൈത്താൻ ഇത് ചെയ്യുന്നത്? ആളുകൾ കുഫറിലകപ്പെടുത്താൻ. ഈ ഒരു വാക്ക്, സത്യത്തിൻ്റെ ഒരു വാക്കായിരിക്കും ഈ ജോത്സ്യന് കിട്ടിയത്. അവൻ അതിൻ്റെ കൂടെ 100 കളവ് കൂട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 100 കളവ് കൂട്ടി അവൻ്റെ അരികിലേക്ക് വരുന്ന വിവരമില്ലാത്ത ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ആളുകൾക്ക് ഈ 100 കളവ് ഒരു പ്രശ്നമല്ല, എന്ത് കിട്ടിയാൽ മതി? അയാൾ പറഞ്ഞ ഒരു കാര്യം സത്യമായി പുലർന്നാൽ അത് മതി ജനങ്ങൾക്ക് അവൻ്റെ അടിമകളാകാൻ. അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ എത്ര തവണ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങൾ ആട്ടപട്ടലം ഒരു തരിമ്പ് പോലും ബാക്കിയില്ലാതെ പൊളിഞ്ഞ് തകർന്നിട്ടുണ്ട്. അവർ പ്രവചിച്ച കാര്യം ഒന്നാകെ പൊളിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളാരെങ്കിലും ആ ജ്യോത്സ്യന്മാർ അവർ ഓഫീസിൽ പോയി ഓഫീസും പൂട്ടി വീട്ടിലിരുന്നെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അവരാ പണി ഇപ്പോഴും തുടരുന്നുണ്ട്. അവരാ ജോലി ഇപ്പോഴും, അവരുടെ അരികിൽ ഇപ്പോഴും ജനങ്ങൾ ചെല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പണിയെടുക്കുന്നത്. ഇപ്പോഴും ഭാവി ചോദിച്ച് എന്തെങ്കിലെന്ന് പറഞ്ഞ ആകെ മുഴുവൻ തെറ്റിയല്ലോ എന്ന് ഇതിലേതെങ്കിലും ഒന്ന് പോയി ചോദിക്കണ്ടോ? പിന്നെയും ആളുകൾ ചെല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്.
100 കളവ് കൂട്ടി ഇവൻ ജനങ്ങളോട് പറയും. പക്ഷെ ആ ഒരു സത്യം അത് മതി ആളുകൾ ഇവൻ്റെ ആരാധകരായി മാറാൻ. ഇവൻ്റെ അരികിൽ ഗൈബ് ചോദിച്ച് ചെല്ലാൻ. അങ്ങനെ ചോദിച്ച് ചെന്നാൽ അവൻ്റെ 40 സംസ്കാരം പോയി. അത് വിശ്വസിച്ചാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെട്ടതിൽ നിഷേധിച്ച കുഫറിലകപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. നഊദു ബില്ലാഹ്. അപ്പോൾ നോക്കൂ, ഇതാണ് ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇതൊക്കെ എന്തല്ല, ഇവരറിഞ്ഞത് യഥാർത്ഥ ഗൈബല്ല ഈ ശൈത്താൻ അറിഞ്ഞത്. കാരണം ഗൈബ് 2 ഇനമുണ്ട്. ഒന്ന് ഗൈബുൻ നിസ്ബി, ആപേക്ഷികമായ ഗൈബാണ്. മറ്റൊന്ന് അൽ ഗൈബുൽ മുത്ലഖ്, നിരുപാധികമായ ഗൈബ്. എന്താ ഈ 2 ഗൈബ് എന്ന് പറഞ്ഞാൽ? അതായത് ഇതാ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നാൽ പുറത്ത് റോഡിൽ എന്ത് നടക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്. എന്നാൽ റോഡിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബല്ല. അവർക്ക് ഇവിടെയുള്ളത് ഗൈബാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളത് ഗൈബാണ്. ഇത് ഗൈബ് നിസ്ബി, അഥവാ ഇത് നിരുപാധികമായ ഗൈബല്ല, മറിച്ച് ആപേക്ഷികമായ അദൃശ്യമാണ്. നിരുപാധികമായ ഗൈബ്, ഗൈബുൽ മുത്ലഖ്, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് അന്ത്യനാൾ. അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. ഒരാൾക്കും അവനത് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഓരോരുത്തരും ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. മഴ എപ്പോൾ പെയ്യും, എന്താണ് ഗർഭാശയങ്ങളിലുള്ള അള്ളാഹുവിനെ അറിയുകയുള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ അറിയുകയുള്ളൂ. അത് നോക്ക്, അവൻ മലായിക്കത്തിനെ അറിയിച്ചു കൊടുക്കും. അപ്പോൾ അതോടെ എന്തായി? അത് അവരറിഞ്ഞ കാര്യമായി. അത് അവരറിഞ്ഞു. അത് മുത്തലഖൻ ഗൈബ് എന്നതിൽ നിന്ന് മാറി, നിരുപാധികമായ ഗൈബ് എന്നതിൽ നിന്ന് മാറി. എന്നാൽ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതിന് മുൻപോ ആർക്കേ അറിയൂ? അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ശൈത്താന്മാർ അറിഞ്ഞത് യഥാർത്ഥ ഗൈബല്ല. ഈ പറഞ്ഞത് അത് ആപേക്ഷികമായ ചില അദൃശ്യ വിജ്ഞാനങ്ങൾ മാത്രമാണ് അവരറിഞ്ഞത് തന്നെ. പക്ഷേ അതുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്? ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. ആളുകളെ ഈ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ശിർക്കിലേക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് ജ്യോത്സ്യൻ അവൻ എന്ത് പറയട്ടെ, അവൻ പറഞ്ഞത് പുലരട്ടെ പുലരാതിരിക്കട്ടെ, ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അവൻ്റെ അരികിൽ പോവുക ഒരു മുസ്ലിമിന് പാടില്ല. ഒരു മുസ്ലിം വിശ്വസിക്കുന്നു അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഗൈബ് അറിയുകയില്ല അള്ളാഹു അല്ലാതെ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവർക്കറിയുകയില്ല എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും. അള്ളാഹു ആണെന്ത്? വഹുവ ബികുല്ലി ഷൈഇൻ അലീം, സകലതും അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര റാഹത്തുള്ള വിശ്വാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഏതേത് ആപത്ത് നമ്മൾ പേടിക്കുന്നുണ്ടോ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് വരികയുള്ളൂ. 2, ഏതേത് ആപത്ത് നമ്മിൽ നിന്ന് തടുത്തു നീക്കണോ അള്ളാഹുവിന് അത് സാധിക്കുകയുള്ളൂ. ഈ 2-നുമിടയിലാണ് ഒരു മുസ്ലിം ജീവിക്കുന്നത്. ഏത് ആപത്ത് നമ്മൾ പേടിക്കുന്നുണ്ടോ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് വരികയില്ല. ഏത് ആപത്ത് നമ്മിൽ നിന്ന് തടുത്തു നീക്കണോ റബ്ബിനല്ലാതെ സാധിക്കുകയില്ല. അവനിൽ നിന്നാണ് തുടക്കം, അവനിലേക്കാണ് ഒടുക്കവും. അവനാണ് അവ്വൽ, അവനാണ് ആഖിർ. ഏത് നിലക്കും റബ്ബിൽ അവലംബിക്കുക എന്ന റാഹത്തിലാണ് ഒരു മുസ്ലിം ജീവിക്കാറ്. അവൻ്റെ വിശ്വാസം ഇത്ര അന്തസ്സുള്ള, അഭിമാനമേകുന്ന, ഒരാളുടെ മുന്നിലും തലകുനിപ്പിക്കാത്ത വിശ്വാസമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകരെ നയിച്ചത് അതിലേക്കാണ്. മിൻ ഇബാദത്തിൽ ഇബാദ് ഇല ഇബാദത്തി റബ്ബിൽ ഇബാദ്. ആളുകളുടെ അടിമകളാകുന്നതിൽ നിന്ന് ആളുകളുടെ മുഴുവൻ റബ്ബായ അള്ളാഹുവിൻ്റെ അടിമകളാവുക. ആ ഔന്നത്യത്തിലേക്കാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ നയിച്ചത്. അതിൽ നമ്മെ വിട്ടയച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത്. അൽ മഹജ്ജത്തുൽ ബൈദാ, വെളുവെളുത്ത പ്രകാശപൂരിതമായ വഴി. ഒരു കുറുകച്ചാടിയ പൂച്ചയോ കയ്യിലോ അരയിലോ കെട്ടിയ നൂൽ കഷ്ണങ്ങളോ നമ്മുടെ ഭാഗ്യം തീരുമാനിക്കുന്നില്ല. ഏതെങ്കിലും ജ്യോത്സ്യനോ ഏതെങ്കിലും കണിയാനോ അവൻ്റെ അരികിൽ ഭാവി അറിയാൻ പോകേണ്ട ഗതികേട് നമുക്കില്ല. ആരുടെയെങ്കിലും മുന്നിൽ കുമ്പസരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ആരുടെയെങ്കിലും തൃപ്തി, ഏതെങ്കിലും ഇലാഹനോട് കോപിച്ചിരിക്കുന്നു, അതിന് തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്ത് കർമ്മം ചെയ്യണം, എന്ത് ഹോമം നടത്തണം? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മുടെ റബ്ബിന് തൃപ്തിയുള്ള കാര്യമേത്, റബ്ബ് വെറുക്കുന്ന കാര്യം ഇത്. അൽഹംദുലില്ലാഹ്, ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി. എന്തൊരു റാഹത്തുള്ള, സുബ്ഹാനല്ലാഹ്, എത്രമാത്രം ഇസ്സത്തുള്ള വിശ്വാസമാണ്, ശുദ്ധമായ ദീനാണ് നമ്മുടേത് എന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിൽ, ആ തൗഹീദിൻ്റെ
ഏറ്റവും പരിശുദ്ധിയിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.